ഇവിടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറേ കോവയ്ക്കുണ്ടായി. ഇപ്പം ഞാൻ വിചാരിച്ചു കോവയ്ക്ക കൊണ്ട് ഒരു അച്ചാറിടാമെന്ന്. കോവയ്ക്ക അച്ചാറിടുമ്പോൾ നേരെ അരിഞ്ഞ് നമ്മൾ അച്ചാറിടരുത്. അതൊന്ന് അരിഞ്ഞിട്ട് വെയിലത്തോ അല്ലെങ്കിൽ ഓവനിലോ വെച്ചിട്ട് പകുതി ഉണക്കിയെടുത്തിട്ട് അച്ചാറിടുന്നതാണ് എപ്പോഴും നല്ലത്. ഫുള്ള് ക്രിസ്പി ആയിട്ട് ഉണക്കണ്ട, പക്ഷെ ഒരു പകുതി വെള്ളം വലിഞ്ഞ് അങ്ങനെ ഉണക്കിയെടുക്കാം. പിന്നെ ഇതിനെ എല്ലാ അച്ചാറിനെയും പോലെ കടുക്, ഉലുവ, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആപ്പിൾ സൈഡർ വിനീഗർ, ഉപ്പ്, കറിവേപ്പില, അങ്ങനെ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ഞാനെപ്പോഴും വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുതിർത്ത് വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുമ്പോൾ ചേർക്കുന്നത്. അത് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ജിഞ്ചർ ലീവിൽ എള്ളെണ്ണയാണ്. അത് എണ്ണ ചൂടായി വരുമ്പം അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് ഉലുവയിട്ട് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം വഴന്ന് വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച മുളക് പൊടി അതിൻ്റെ അകത്തിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കുക. മുളക് പൊടിയെല്ലാം നന്നായി വഴന്ന് വന്ന ശേഷം നമ്മൾ പകുതി ഉണക്കി വെച്ച് കോവയ്ക്ക അതിൻ്റെ അകത്തിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ് ആവണമെന്നാണെങ്കിൽ കുറച്ചുകൂടി സമയം വഴറ്റാം. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്. അത് വഴന്ന് റെഡിയായി പാകമായി വന്നു കഴിയുമ്പം വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, ഒരല്പം വറുത്ത് പൊടിച്ച് വെച്ച ജീരകം അതിടുക. പിന്നെ കായം പൊടി ആവശ്യത്തിനിടുക. കായമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, ചിലർക്ക് ഒത്തിരി കായമായിട്ട് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മൾ അവസാനമായിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിക്കുക. എല്ലാത്തിൻ്റെയും ഉപ്പ്, എരി, പുളി എല്ലാത്തിൻ്റെയും പാകം നോക്കി അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയുള്ള അച്ചാറാണ്. 6 to 1 year വരെ നമുക്ക് സൂക്ഷിക്കാം.